പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇനി കാര്യങ്ങൾ എങ്ങനെ മുന്നിലേക്ക് കൊണ്ടുപോകുമെന്നറിയാതെ സൂരജ് പകച്ചു പോയിരിക്കുകയാണ്. ഇതിനിടയിലാണ് സൂരജിനെ അന്വേഷിച്ചുകൊണ്ട് കാര്യങ്ങൾ പറയുന്നതിനായി മീനു വരുന്നത്. അമ്മ ഇന്ദുജിയെ കാണുന്നതിനായി പോയിട്ടുണ്ട്. ഇത് കേട്ട് സൂരജ് ആകെ ഞെട്ടിപ്പോകുന്നു. ഇന്ദുജിയെ കാണുകയാണ് എങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും. ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് എന്തു ചെയ്യും? ആലോചിച്ചിട്ടൊരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ. ആകെ പകച്ചു നിൽക്കുകയാണ് ഇപ്പോൾ സൂരജ്. മാത്രവുമല്ല, ഇതേ സമയം ഇന്ദുജിയുടെ വീട്ടിലേക്ക് ചെല്ലുന്ന പാർവതി ഇന്ദുജിയോട് കുറച്ച് കാര്യങ്ങളിലെ സത്യാവസ്ഥ അറിയണം, അതിനാണ് ഞാൻ ഇവിടേക്ക് വന്നിട്ടുള്ളത്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? നിങ്ങൾ ആരാണ്? എന്താണ് സൂരജുമായിട്ടുള്ള ബന്ധം? ആ കാര്യം അറിയണം. എൻ്റെ മകളുടെ ജീവിതത്തിൻ്റെ പ്രശ്നമാണ് ഇത്. ഞാൻ ഒരു പ്രശ്നത്തിനും വന്നതല്ല എന്നതാണ് സത്യം. എൻ്റെ സഹോദരി, അവളെ ചതിച്ചതാണ് ഈ പറഞ്ഞ സൂരജ്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ചെയ്യുന്നത് വലിയൊരു സഹായമാണ് നിങ്ങളുടെ മകൾക്ക്. അവളെ ചതിയിൽ നിന്ന് രക്ഷിക്കുകയാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അല്ലാതെ നിങ്ങളെ വേദനിപ്പിക്കുന്നതിനല്ല ഞാൻ ഇവിടേക്ക് വന്നിട്ടുള്ളത്. ആ സത്യം നിങ്ങൾ മനസ്സിലാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരിയാ, നിങ്ങളുടെ കയ്യിലെ തെളിവുകൾ എനിക്കൊന്ന് കാണണം. ഇതോടെ ഫോട്ടോസ് എടുത്ത് കാണിക്കുകയാണ് ഇന്ദുജ. ഇതെന്റെ സഹോദരിയെ 5 വർഷങ്ങൾക്ക് മുൻപ് സൂരജ് വിവാഹം ചെയ്തതിൻ്റെ ഫോട്ടോസാണ്. നിങ്ങൾക്ക് പരിശോധിക്കാം. എവിടെ കൊണ്ടുപോയി വേണമെങ്കിലും. ഞാൻ പറയുന്നത് സത്യമാണോ നുണയാണോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഫോട്ടോ കണ്ട് പാർവതിയാകെ ഞെട്ടിപ്പോവുകയാണ്. ഇത് സൂരജ് അല്ലേ? അതെ, സൂരജ് തന്നെ. നിങ്ങൾ എല്ലാവരും പാവമെന്ന് വിശ്വസിക്കുന്ന മുഖംമൂടി അണിഞ്ഞ ആ ചതിയൻ. നിങ്ങളുടെ മകളുടെ ജീവിതം കൂടി നശിപ്പിക്കാനാണ് അവൻ ശ്രമിക്കുന്നത്. ഞാൻ നിങ്ങളെ സഹായിക്കാനും നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കി ഇനിയെങ്കിലും പ്രതികരിക്കും എന്നാണ് ഞാനിപ്പോൾ വിശ്വസിക്കുന്നത്. എന്തായാലും ഒരു തീരുമാനം നിങ്ങൾക്കെടുക്കാം. എൻ്റെ സഹോദരിയുടെ മരണത്തിന് പിന്നിലെ നീതി ലഭിക്കുന്നതിന് വേണ്ടി ഞാൻ പോരാടും. അത് എൻ്റെ തീരുമാനമാണ്. ഇത് കേട്ടതിനെ തുടർന്ന് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്ന പാർവതി മീനുവിനെ കാണാൻ ഇടയാവുകയാണ്. മീനു, ഇനി നമുക്കൊരു ബന്ധം സൂരജുമായി വേണ്ട. ഇത് എൻ്റെ തീരുമാനമാണ്. നീ അത് അംഗീകരിക്കണം, മനസ്സിലായോ? ഇത് കേട്ടതിനെ തുടർന്ന് മീനുവാകെ പകച്ചു പോവുകയാണ്. അമ്മയെ വഞ്ചിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് നീ തീരുമാനിച്ചിരിക്കുന്നത് എങ്കിൽ എൻ്റെ ശവം നീ കാണും. അത് ഓർമ്മയിലിരിക്കട്ടെ. അപ്രതീക്ഷിതമായ പാർവതിയുടെ ഈ ഭീഷണി ഞെട്ടിച്ചിരിക്കുകയാണ് മീനുവിനെ. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.